അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ സൊമാറ്റോ വ്ളോഗ് നമ്പർ 125 ആണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് നമ്പർ പറയാൻ മറന്നുപോയി. ശരി, ഇരിക്കട്ടെ, 124 അല്ലെങ്കിൽ 125 ആയിരിക്കും. അപ്പോൾ മറ്റന്നാൾ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഈ 2 ദിവസം ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് നാളെയായിട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. പോട്ടാ, പോയിട്ട് ബൈ, സീ യു. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോണ്. ഹെഡ്ഫോൺ എടുത്തില്ല, ശരിയാണ്. ഹെഡ്ഫോൺ എടുത്താൽ കണ്ട, ഹെഡ്ഫോൺ എടുക്കാൻ പറഞ്ഞു. ഇതുപോലെ ഇടയ്ക്ക് റീചെക്ക് ചെയ്തോളാം. പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പാത്തിയ പുതിയൊരു ചൈനീസ് പാട്ടാണ്. കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഇങ്ങ് പാടി തുടങ്ങി ഞാൻ. ഹെഡ്ഫോൺ കണക്ട് ചെയ്യണം. ഹെഡ്ഫോൺ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇൻട്രോയ്ക്ക് സമയമൊന്നുമില്ല, കാരണം 7:30 മണിയായി. കഴിഞ്ഞ് ലാസ്റ്റ് വ്ളോഗ് എഡിറ്റ് ചെയ്തപ്പോൾ 7:30 മണി എടുപ്പിച്ചായി. ലാറ്റായിപ്പോയി. 6 മണിക്ക് ഇറങ്ങേണ്ടതാണ്. 1.5 മണിക്കൂർ ലാറ്റായിപ്പോയി. ഇപ്പോൾ ഇനി പോയ പോലെ ഓർഡർ കിട്ടും, അറിഞ്ഞൂടാ. ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 5 ഓർഡർ 140 ഇൻസെൻറ്റീവ് ആണ്. പോയിട്ട് ബൈ, സീ യു. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. ഗോയ്സ്, കം ഓൺ ഗോയ്സ്, കൊട്ടക്ക് നിൽക്കണം. വാ. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകേണ്ട സ്ഥലം എപ്പോഴും പോലെ പൂജപ്പുര ജംഗ്ഷനിലാണ്. അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗോയ്സ്, കൊട്ടക്ക് നിൽക്കണം. അത്രയും ചവറായി റോഡിൽ ഇതാരുണ്ട് ഇതൊക്കെ. ഓഹോ, വണ്ടികൾ എണ്ണം ഇവിടെ കൂടിയാ. അപ്പോൾ ഇവിടെയൊക്കെ പാട്ട് സ്പീക്കർ ഒന്നും തുടങ്ങിയില്ല. സൂപ്പർ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല വൈബായി ഏകദേശം അല്ലേ? ഏകദേശം അല്ലേ, ആയി തുടങ്ങി അത്ര തന്നെ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം വരെ ഭയങ്കര വൈബായിരിക്കും. പൊങ്കാല എന്ന് പറയുന്ന ഹരമാണ് നമ്മൾ ട്രിവാൻഡ്രംകാർക്ക്. അപ്പോൾ ഈ ഒരു കൊടിയേറിയ 10 ദിവസം വന്നിട്ട് നമ്മൾ ഭയങ്കര എൻജോയ്മെൻറ്റ് വൈബിലായിരിക്കും. ചുമ്മാ വൈബ് എന്ന് പറയാം, വേറെ എന്ത് വാക്ക് പറയാം. ബ്ലോഗിനകത്ത് ഒരു ആഘോഷമായിരിക്കും അത്ര തന്നെ അല്ലേ? ഇപ്പോൾ ഈ സമയത്തൊക്കെ പ്രവാസി ആൾക്കാരൊക്കെ ലീവ് എടുത്ത് നമ്മളെ പൊങ്കാലയ്ക്ക് വരാറുണ്ട്. വന്ന് ഇവിടെ എൻജോയ് ചെയ്യും. മാക്സിമം ലീവ് കിട്ടാത്ത ആൾക്കാർക്ക് ഭയങ്കര വിഷമമായിരിക്കും. ശരി, ഇപ്പോൾ അടുത്ത് ഓർഡർ അടിച്ചായില്ലേ? പെട്ടെന്ന് പറ. ഓർഡർ അടിച്ചില്ല സുധീഷേ, എന്ത് ചെയ്യാൻ? ഇവിടെ നിൽക്കണോ പോകണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് മൂവ് ആകുമ്പോൾ ഓർഡർ അടിച്ചോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. കമോൺ കൊയ്ക്ക്. അടുത്ത പൊങ്കാല വൈബ് DPIയിലാണ് കേട്ടോ. കണ്ടോ? കൂടെ ചേർന്ന് പാടിയാൽ കോപ്പറേറ്റ് വരൂല. അടിപൊളിയല്ലേ? എന്ത് രസം. കണ്ടോ? ഇപ്രാവശ്യം പൊങ്കാലയ്ക്ക് നാട്ടിൽ വരാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടി കാണിക്കുകയാണ്. കണ്ടോ? ഇതൊക്കെയാണ് പൊങ്കാല വൈബുകളൊക്കെ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊന്ന് DPI ജംഗ്ഷനാണ്. ഇവിടെ ഒന്നുമില്ല. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കരമന കിള്ളിപ്പാലം, അങ്ങോട്ട് മണക്കാട് സൈഡൊക്കെ. അവിടെ ഓർഡർ അടിച്ചാൽ പോവാം. ഓക്കെ. ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം പാളയത്താണ്. ഇവിടെ നിന്ന് കറക്റ്റ് എത്ര ദൂരം ഉണ്ട്? 2 കിലോമീറ്റർ ഉണ്ട്. അക്സെപ്റ്റ് ഓർഡർ കോഡ്. വണ്ടി അകത്തിട്ട് വെക്കണ്ട. ഓർഡർ റെഡി ആയിട്ടുണ്ട്. റിച്ച് ലൊക്കേഷൻ. റെഡിയായി. ഓക്കെ, ഐ ആം പിക്കിങ്. ഈ ഹെൽമെറ്റ് പുതിയത് മാറ്റിയപ്പോൾ ഒരു കംഫർട്ടബിൾ ഉണ്ട്, പക്ഷേ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്യൂ വന്നിട്ട് താഴോട്ട് പോകണില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ശരി, അത് പഴകുമ്പോൾ ശരിയാവുമായിരിക്കും. 5069. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൊട്ടക്കുഴിയാണ്. ഇവിടുന്ന് കറക്റ്റ് 1.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ബ്ലോക്ക് ബസ്റ്റർ മന്തി റൈസ് ആൻഡ് ചിക്കൻ അൽഫാമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:45 കാണുമായിരിക്കും. ടൈം നോക്കിയില്ല. ഞാൻ ഇപ്പോൾ റൈറ്റിലേ പോകേണ്ടത്. നിങ്ങൾ അവിടെ അറിയാം. പതുക്കെ പോകത്താണ്, വേറെ വിഷയമൊന്നുമില്ല. പതുക്കെ പോയി ആക്സിഡൻ്റ് ആവില്ല. ആ മണ്ണും മഴയും പ്രേമിക്കുന്ന. പക്ഷേ ആ പാട്ടല്ലായിരുന്നു കേട്ടത്. ഒരു ഭക്തിഗാനമല്ലേ? ആ പാട്ട് അതേ ട്യൂണായിരിക്കും കേട്ടോ. ആറ്റുകാലമ്മേ പൊങ്കാലയിടാൻ ലല്ലേ. ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. ഡ്യൂ ഡ്രോപ്സാ. കയറിക്കോ. അവിടെ വണ്ടി വയ്ക്കാനാ? ശരി, ഓക്കെ. കൊണ്ടുപോകണോ? വെച്ചിട്ട് പോകണോ? ഓക്കെ. ഇതാ 301A1 അവിടെയാണോ? ഷൈമ മാനു വീടാണോ? ഓക്കെ. അപ്പോൾ പോയിട്ട് വരട്ടെ. വീടായിരുന്നു കേട്ടോ. വണ്ടി അത് കയറ്റണമായിരുന്നല്ലോ, വേസ്റ്റായി പോയി. കുഴപ്പമില്ല. സൊമാറ്റോ ആണേ. ഓക്കെ, ശരി. ഇവിടെ അല്ലേ? ഓക്കെ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവർഡ്. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടി ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 30 രൂപ 44 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം തറവാട്ടിൽ മറന്നു പോയല്ലോ. തറവാട്ടിലാണ്. അപ്പോൾ ഇത് പൊങ്കാല വൈബ് ലോ കോളേജ് ജംഗ്ഷനിലാണ്. കണ്ട സൂപ്പറല്ലേ? ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട്ടുണ്ട്. നല്ല പാട്ട്. വാ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് പൊങ്കാല വൈബ്. തറവാട്ടിൽ റെസ്റ്റോറൻറ്റ്, എവർ ഫ്രഷ്. റീച്ച് ലൊക്കേഷൻ റെഡിയായ. ഓഹോ, തുടങ്ങിയ സെൽഫിയുടെ കളി. ഫോട്ടോ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഓക്കെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. AC ആണല്ലോ. 4708 ഇത് തന്നെ. ഓക്കെ. രണ്ടാമത്തെ ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കണ്ണമൂലയാണ്. ഇവിടുന്ന് കറക്റ്റ് 1.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചപ്പാത്തി, ചിക്കൻ മസാല, ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് കണ്ണമൂല പൊങ്കാല വൈബാണ്. സൂപ്പറല്ലേ? ഇവിടെ ആറ്റുകാലം പടം കൊണ്ട് പടുക്കൊക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് കൊള്ളാം. അടിപൊളിയില്ലേ? അത്ര തന്നെ. അതായത് കണ്ടുകൊണ്ട് പോവാം. സൂപ്പറായിട്ടല്ലേ? ഇത് തന്നെ ആറ്റുകാൽ പൊങ്കാല വൈബ്. സുധീഷ് നോക്ക്, ലൊക്കേഷൻ എവിടെയാണ് നോക്ക്. കറക്റ്റ് ഇവിടെ തന്നെ. ഇവിടെയാണ് പറഞ്ഞത് ഫ്ലാറ്റ്. സൂപ്പർ ഫ്ലാറ്റ്. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. ഇൻ റോയൽ അപ് ടൗൺ. ശരി, വണ്ടി അകത്ത് കയറ്റോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കയറി നോക്കാം. KL 01CV 0576. വണ്ടി എവിടെയൊക്കെയുണ്ട്? അവിടെയല്ലേ? ഓക്കെ.
ഓക്കെ, ഇവിടെ തന്നെ ഫുഡ് കൊണ്ടുപോകണം എന്തായാലും. ശരി, വാ, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, സൊമാറ്റോ ആണേ. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 74 രൂപ 25 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ട് പോകേണ്ട സ്ഥലം ലീ ലുമിയർ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം ലീ ലുമിയർ ആണ്. ഇവിടെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ ദൂരം പോലും ഇല്ല. പിന്നെ പറ ഓർഡർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, സൂപ്പർ കേട്ടോ. ഇങ്ങനെ ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ വേറെ വിഷയമില്ലാതെ 5-10 ഓർഡർ ചുമ്മാ എടുത്തിട്ട് പോവാം. അടിപൊളി. സുധീഷ് അടിച്ച് വാരണ്ടേ. പൊങ്കാല മിക്കവാറും ഒരു 2000 ഉണ്ടാക്കുമോ ഒരു ദിവസം. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് ഫുൾ ഡേ ഇറങ്ങി 2000 അടുപ്പിച്ച് കിട്ടും, ഉറപ്പാണ്. അങ്ങനെ ലേ ലുമിയർ എത്തിയിട്ടുണ്ട്. റെഡി വന്ന് താഴോട്ട് പോകാം കേട്ടോ. ഇവിടെ താഴെ പാർക്കിംഗ് സൗകര്യം ഇല്ല, അതാണ് ഇവിടാത്തത്. റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് പോകുമല്ലോ. വണ്ടി കൊണ്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ, വളച്ച് പാർക്ക് ചെയ്യാം. എല്ലായിടത്തും പാട്ടും മേളം തന്നെ അല്ലേ, സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഈ കയറ്റത്തിൽ പാർക്ക് ചെയ്ത് വെക്കാം. ഗിയറിലിട്ടോ, വണ്ടി ബാക്കിലോട്ട് പോകില്ല. പൈസ നോക്കിയാണല്ലോ, വേറെ വിഷയമൊന്നുമില്ലോ. സേഫാണല്ലോ, സേഫാണ്. എവിടെയാണ് കൗണ്ടർ? റെഡി വന്നേ, 0877. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പ്രശാന്ത് നഗർ ഉള്ളൂരാണ്. ഇവിടെ കറക്റ്റ് 5.5 കിലോമീറ്റർ ദൂരം ഉണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മന്തി റൈസ് ആണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല മഴക്കോളാണ്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇതാണ് പൊട്ടക്കുടിയിൽ ആറ്റുകൽ ആഘോഷം. കണ്ടോ, അങ്ങനെ ഉണ്ട്, സൂപ്പറല്ലേ. വാഹാ, എല്ലായിടത്തും പാട്ട് ലൈറ്റ് ഉണ്ട്, കമ്പൾസറി ആണ്, അതൊരു മാറ്റമില്ല. ആംബുലൻസ് പെട്ടെന്ന് പോവാം, വണ്ടി വലിവില്ലേ. നമ്മൾ 40 പോകണം, നിങ്ങൾ 40 പോകണം. ഇപ്പോൾ നിങ്ങൾ ഓവർടേക്കേണ്ട ഗതി ആയല്ലോ. അത് ശരിയാ, ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിൽ പോകേണ്ടത്. എന്നേക്കുമേ എല്ലാവർക്കും നിങ്ങതാപ്പ മുന്നോടി. നല്ല പുക പറഞ്ഞിട്ടാ, കറുത്ത പുകയായിട്ട്. വണ്ടി സർവീസിന് സമയമായി. പെട്രോൾ 200 അവിടെ ഗൂഗിൾ പേ ഉണ്ടോ? ഓക്കെ, പെട്രോൾ അടിക്കണേ കുഴപ്പമില്ല. ടാങ്ക് പൂട്ടാൻ 1 മണിക്കൂറാണ്, അതാണ് പ്രശ്നം. ചില സമയത്തൊക്കെ ബാക്കി ആൾ നിൽക്കും പെട്രോളായി. കാരണം നമ്മൾ ബാക്കി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വഴി കൊടുക്കാൻ വേണം, അതേസമയം ടാങ്ക് അടയ്ക്കുകയും വേണം. ടാങ്ക് അടയുമില്ല. ഇതൊക്കെയാണ് വിഷയങ്ങളല്ലേ. ഇതുപോലത്തെ ഫീലിംഗ് ആർക്കും വരാറുണ്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മളങ്ങനെ ഉള്ളൂർ എത്തിയിട്ടുണ്ട്. പ്രശാന്ത് നഗർ ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് സിഗ്നൽ ഫ്രീ ആണ്, വേറെ വിഷയമൊന്നുമില്ല. കമൺ ക്വിക്ക്. അവിടെ നിന്ന് കാർ വേണം, പയ്യെ സ്ലോ. അപ്പോൾ ഇതാണ് ഉള്ളൂർ പൊങ്കാല ആഘോഷം, പൊങ്കാല വൈബ്. കണ്ട, അങ്ങനെ ഉണ്ട്, സൂപ്പർ ആട്ടാ, ഒരു രക്ഷയില്ല. പോളി. ആഹാ, ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്, പ്രശാന്ത് നഗർ അല്ലേ. കടി വാലല്ലേ. വാ പൊളിയല്ലേ, കൊള്ളാട്ടാ. നമുക്ക് മണക്കാട് സൈഡിൽ പോയില്ലെങ്കിൽ എന്ത്, ഇവിടെ തന്നെ കിടിലം വൈബ് കെട്ടയല്ലേ. പിന്നെ എവിടെ പോകണം നമ്മൾ? ഈ പുള്ളി ആയിരിക്കാൻ വഴിയില്ല. ഇതല്ല വേറെ ഏത് പുള്ളിയാണ് കസ്റ്റമർ. വീട് നോക്കാം ആദ്യം എവിടെയാണെന്നുള്ളത്. ഈ വീട് തന്നെ കറക്റ്റ്. കടി വാളം ഇവിടെ അല്ലേ. ഓക്കെ, വെൽക്കം. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരഗൺ റെസ്റ്റോറൻറ്റ്. അക്സെപ്റ്റ് ഓർഡർ കോഡ്. സംഭവം കൊള്ളാമല്ലോ. ഓർഡർ പേയ്മെൻറ്റ് കൂടുതൽ പറഞ്ഞത് എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുള്ള? നോക്കട്ടെ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം കൊടുത്ത പേയ്മെൻറ്റിൻ്റെ റേറ്റ് 92 രൂപ 69 പൈസയാണ്. ഇത് എൻ്റെ ഓർഡർ പേ 52 രൂപ 24 പൈസ. 10 രൂപ ഇൻസെൻറ്റീവ്, അതൊക്കെ ഉണ്ടോ? സർജ് പേ 25 രൂപ. ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് ഇൻസെൻറ്റീവ് അടിക്കണം ഓരോ ഓർഡറിന് പ്രത്യേകമായിട്ട്. നാളെ മറ്റന്നാളൊക്കെ കൂടുതൽ ഇൻസെൻറ്റീവ് ആണ്. എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ടീം ലീഡർ. ഒരു ദിവസം 2000-3000 ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, പറ്റുമെങ്കിൽ ഇറങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് പൊങ്കാല ആവശ്യം പോകാം അല്ലേ, അതൊന്നും ചെയ്യാം. ഓക്കെ, നമ്മളതിൻ്റെ പാരഗൺ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴെ കൊണ്ട് തിരക്ക് കുറവട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് പോകാം. താഴെ സാധാരണ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. വണ്ടി വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മൾ LAPG ഗ്യാങ്ങിലെ ആളാണ്, സതീഷാണ് പുള്ളിയുടെ പേര്. കൈവിട്, ലൈഫ് അടിച്ച് പൊളിക്കണം ഓരോ നിമിഷവും. ഓർഡർ റെഡിയായ? എനിക്ക് റെഡി വന്ന് എടുക്കാൻ പോകണം. എടുത്താ ഓർഡർ? എടുത്താ. ഓക്കെ. അപ്പോൾ പൊങ്കാലയ്ക്ക് എന്ത് പറയാം? ഹാപ്പി പൊങ്കാല അല്ലേ, 2025. അപ്പോൾ പുള്ളിക്കാരൻ പൊങ്കാലയ്ക്ക് ലീവ് എടുത്ത് പറയാം, അന്വേഷിച്ച് പറയാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെല്ലാം അന്വേഷിച്ച് പറയണം. വീട്ടിൽ ആരെ കൊണ്ട്? ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും അന്വേഷണം പറയണം. ഈ വീഡിയോ മിക്കവാറും നാളെ വൈകിട്ട് വരണം, നോക്കട്ടെ. പോട്ടാ, നോക്കി പോണേ. ശരി എന്നാൽ 5107. ഓക്കെ, ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലമുക്കാണ്. ഇവിടുത്തെ കാരണം 3.9 കിലോമീറ്റർ ദൂരം ഉണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട ആൻഡ് വീറ്റ് പൊറോട്ടയാണ്. വീറ്റ് പൊറോട്ട ആൻഡ് ചിക്കൻ ചില്ലി ചെറിയ ഉള്ളി ഫ്രൈ. മണി ഇപ്പോൾ കറക്റ്റ് 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂറിൽ 3 ഓർഡർ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല, ഇൻസെൻറ്റീവ് വെട്ടി നമുക്ക് അത്ര തന്നെ. അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷമാണ്. ഈ ആറ്റുകൽ പൊങ്കാലയ്ക്ക് നല്ല അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോക്കാം, എന്തായാലും ആറ്റുകൽ പൊങ്കാലി വർക്ക് ചെയ്യുന്ന താല്പര്യമുണ്ട്, അതേസമയത്ത് ലീവ് എടുക്കണം താല്പര്യമുണ്ട്. പിന്നെ ഒരേ കാര്യം, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം നമുക്ക് ഓർഡർ എടുത്താൽ ഇൻസെൻറ്റീവ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ബ്ലോക്ക് കാരണം ഓർഡർ കിട്ടാൻ ചാൻസ് ഇല്ല. സെക്യൂരിറ്റി ആണ് അവിടെ കാണാൻ. ഇല്ല, പോകണം. സൊമാറ്റോ ആണേ. ഫുഡ് കൊണ്ടുപോകണോ വെച്ചിട്ട് വേണോ? കൊണ്ടുകൊടുക്കണം. ഓക്കെ, ഇവിടെ ഇല്ലേ സൊമാറ്റോ ഫുഡ് പറഞ്ഞു.
ഓക്കെ ഓർഡർ ടൈം ബട്ടൺ. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 48 രൂപ 13 പൈസയാണ്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം YMRലാണ്. ഇവിടെ കറക്റ്റ് ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അമ്പലമുക്കല്ലേ. അപ്പോൾ ഇതാണ് കുറവങ്കോണം ജംഗ്ഷൻ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ അമ്മയ്ക്ക് പ്രണാമം. എന്തോ കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. പായസമാണോ? ഫ്രീ ഒന്നുമില്ല, തട്ടുവശം വെക്കണത് പാവം ആരോ ഒരു പാവപ്പെട്ട ആൾക്കാർ. ചിലപ്പോൾ പൊങ്കാല സമയത്തൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും ഫുഡൊക്കെ. അത് കൊടുക്കും, നാളെ മറ്റന്നാളെ കൊടുക്കും, ഇന്ന് കൊടുക്കാനൊന്നുമില്ല. അമ്മ കിടന്ന് ആവശ്യമില്ല, തള്ളി വിടാതെ. റീച്ച് ലൊക്കേഷൻ റെഡിയായി. പോയി എടുക്കാം. സെവൻ 4 ചിക്കൻ അൽഫാം കുബൂസ്. ഓക്കെ KLTN വ്ളോഗ് കാണാറുണ്ടോ? താങ്ക് യു. യൂട്യൂബറാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവരൊക്കെ നമ്മൾ ഡെലിവറി എടുത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും പറ ലൈഫ് അടിച്ച് പൊളിക്കുന്ന കാശ് പറ. അതൊന്നും വേണ്ട. ഓക്കെ ബൈ, ടാറ്റ ടാറ്റ. ഓക്കെ സൂപ്പർ. എല്ലാവരും വരും കേട്ടോ ക്യാമറയിൽ. ഓക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പി കേട്ടോ ക്യാമറ ഉണ്ടപ്പോൾ. കുഴപ്പമില്ല, കമ്പനിയായി. ഓക്കെ പിക്കറ്റ് ഓർഡർ കോഡ്. ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാലോട്ട് കോണാണ്. ഇവിടെ കറക്റ്റ് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് അൽഫ ചിക്കൻ കുബൂസ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. അപ്പോൾ നമ്മൾ 7:30 മണിക്ക് ഇറങ്ങിയത്, 2:30 മണിക്കൂർ ഇറക്കിയുള്ള ആപ്പോടെ. വലിയ കാര്യം ഇത്രയും അടിച്ചതിന് അല്ലേ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. സൂപ്പർ അല്ലേ കാളിയമ്മ. വാഹാ പാട്ട് ഒച്ചയ്ക്കാണ് കോപ്പറേറ്റ്. വാ പോ പെട്ടെന്ന് പോ. ഓക്കെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെയാണോ? ഓക്കെ 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 ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 59 രൂപ 56 പൈസയാണ്. ഇപ്പോൾ നമുക്ക് വന്ന വഴി തിരിച്ച് പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 9:40 ആയിട്ടുണ്ട്. സംഭവം വന്ന വഴി മറന്നു പോയല്ലോ സുധീഷേ. ശരി കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് പോകാം. നേരെ പോയാലും വഴി എത്തും അല്ലേ, ലെഫ്റ്റ് കയറി പോയാലും വഴി എത്തും, അതൊന്നും വിഷയമൊന്നുമില്ല. ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഹോട്ടൽ ചിന്നൂസ് അക്സെപ്റ്റ് ഓർഡർ കോഡ്. ഇപ്പോൾ ഹോട്ടൽ ചിന്നൂസ് വന്നിട്ട് ഉള്ളൂരാണ്. ഉള്ളൂർ ഇവിടെ ആക്കുള്ള റോഡിലാണ് പറഞ്ഞത്. നമ്മൾ സാറിന് കേശവാസപ്പെടുത്താണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളൂരിൽ ഒന്നുകൊണ്ട് കൺഫ്യൂസ് ആണ് ഇടയ്ക്കിടയ്ക്ക്. ശരി കുഴപ്പമില്ല, അങ്ങോട്ട് വെറുതെ 1 കിലോമീറ്റർ പോയി ചുമ്മാ വന്നത്. ചെറിയ ഓർഡറാണ്, വെറുതെ 1 കിലോമീറ്റർ കറങ്ങി വേസ്റ്റ് ആയിപ്പോയി. ഇനി ഏത് റെസ്റ്റോറൻറ്റ് ആയാലും ശരി ഓർഡർ അടിച്ച ഉടനെ നല്ലപോലെ നോക്കിയിട്ടാണ് പോകേണ്ടത്. ഓക്കെ ചിന്നൂസ് എത്തി. അവിടെ ചിന്നൂസ് കാണാനില്ല ചിന്നൂസ്. അവിടെ ബാക്കിലോട്ട് റിച്ച് ലൊക്കേഷൻ റെഡിയായി. പോയെടുക്കാം. 7464. ഓക്കെ അങ്ങനെ അവസാനത്തെ ഓർഡർ പിക്ഡ്. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല, പൊളി തന്നെ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആക്കുന്നു. ഓക്കെ പോന്നാ. വണ്ടിയെ പറ്റി 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മെഡിക്കൽ കോളേജാണ്. ഇവിടെ കറക്റ്റ് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ബീഫ് ബിരിയാണിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10:05 ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. രാജീവ് ഗാന്ധി ലൈൻ. എവിടെ അത്? രാജീവ് ഗാന്ധി. ഇവിടെ. ഓക്കെ ഇവിടെ നിന്നൊരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. എന്തൊരു ഇറക്കം അത്, എൻ്റെ അമ്മ. അതെങ്ങോട്ട് പോണ്? അയ്യോ വലിയ കുഴി. കണ്ടോണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയാണ്. ഹൗസ് നമ്പർ 34 കാണാമല്ലോ. എവിടെ പോയി? 54 പറഞ്ഞു. 54 എവിടെ ആണോ? ശ്ശേ അങ്ങോട്ടാണോ? ഇവിടെ ഒന്നും വഴിയൊന്നുമില്ല. ഇവിടെ ഇല്ല. ലൊക്കേഷൻ മാറിപ്പോയി. 34 എവിടെ എണ്ണ വെച്ചിരിക്കുന്നത് കൊണ്ട് 54 ഇരിക്കുന്നു. ചേ ലാസ്റ്റ് ഓർഡർ പെട്ടെന്ന് കൊടുത്തു പോകാൻ നോക്കിയാൽ നടക്കൂലേ. അപ്പോൾ ബാക്കിലോട്ടായിരിക്കും മിക്കവാറും. അങ്ങോട്ടിനിപ്പോൾ ഹൗസ് നമ്പർ 31 32 ഇവിടെ. വീട് അടുത്ത് കിടന്നിരിക്കുന്നു. നമ്മൾ കുറേ കറങ്ങി ആവശ്യമില്ല. പക്ഷേ ഇവിടെ അല്ലേ? ഓക്കെ ലാസ്റ്റ് ഓർഡർ ഡെലിവർഡ്. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 27 രൂപ 24 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10:15 ആവാറായി. ഓക്കെ അപ്പോൾ വർക്ക് ഫിനിഷ്ഡ്. സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട് ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം. ഓക്കെ നമ്മ വീട്ടുക്ക് വന്നാച്ച്. നമ്മ വീട്ടുക്ക് ദാരി വൈശട്ടിയാ. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി ആൻഡ് ഉള്ളിക്കറി. ആഹാ മൈ ഫേവറേറ്റ് സാധനം. കഴിക്കാം. ഇന്നൊരു പൊടി വാ. കുറച്ച് ഉള്ളിക്കറി എടുത്ത് ഇവിടെ നടുക്ക് വയ്ക്കുക. എന്നിട്ട് സമൂസ പോലെ മുടക്കണം. സമൂസ പോലെ ആയില്ലല്ലേ. ഓക്കെ കഴിക്കാം. അരി അത്ര അതൊന്നും പറയാനില്ല. ഇന്നത്തെ വ്ളോഗ് എൻ്റെ ആറായി. ഇന്നോട്ടെ എന്നിട്ട് സംസാരിക്കാം. ഈ മണ്ടക്കറും. അപ്പോൾ ഓക്കെ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ആറായി. സൂപ്പർ ആയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലേറ്റ് ഇറങ്ങിയാലും നമുക്ക് ഓർഡറിൽ അടിച്ച് ഇൻസെൻറ്റീവ് അടിച്ച് വേറെ വിഷയമൊന്നുമില്ല. പിന്നെ പൊങ്കാലായതുകൊണ്ട് നമുക്ക് ആ വഴി പോകാൻ പറ്റിയില്ല. അവിടെ കരമന കാലടി മണക്കടക്കം അവിടെ പോയത് കുറച്ച് കാണിക്കായിരുന്നു. കുഴപ്പമില്ല, അടുത്ത റോഡ് കാണിക്കാം. ഓക്കെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ലല്ലോ. അതൊന്നും പറയാനില്ല. ഓക്കെ അപ്പോൾ എൻ്റെ ഇപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആറ്റുകാൽ പൊങ്കാല. ഓക്കെ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാലോട്ട് കോണം. അവിടെ കറക്റ്റ് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം കൂപ്പി പതുക്കെ സുധീഷ പയ്യപ്പറ. കൊണ്ടുപോകുന്ന ഐറ്റം വീറ്റ് പൊറോട്ട ആൻഡ് ചെറിയ ചിക്കൻ ചുറിച്ച്. ചെറിയ സുധീഷ മറന്നു പോയല്ലോ. അല്ല ചിക്കൻ എനിക്ക് ഓർമ്മ വന്ന്